പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ JK's ഡയബി ടോക്സിലെ 20ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. പ്രമേഹത്തിന് ഫലപ്രദം എന്ന് ഇതുവരെ പറഞ്ഞ നിരവധി വ്യായാമങ്ങൾ പലതും ചെയ്യുന്നത് വിരസമാണെന്ന് നിങ്ങളിൽ പലർക്കും തോന്നിയിരിക്കാം. സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതിനാൽ മടുപ്പും വിരസതയും ഇല്ലാതെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയ നൃത്ത രൂപത്തിലുള്ള 2 വർക്കൗട്ടുകളാണ് സൂംബ ഡാൻസും യോഗ എയറോബിക്സും. ഈ എപ്പിസോഡിൽ സൂംബ ഡാൻസും യോഗ എയറോബിക്സുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മണിക്കൂറിൽ 600 മുതൽ 800 വരെ കാലറി ബേൺ ചെയ്യുന്ന ഇവ രണ്ടും പ്രമേഹത്തിൽ ഫലപ്രദമായ എയറോബിക് എക്സസൈസുകൾ തന്നെയാണ്. യോഗ എയറോബിക്സ് മൈൽഡ് ടു മോഡറേറ്റ് ഇന്റൻസിറ്റി ആണെങ്കിൽ സൂംബ ഡാൻസ് ഹൈ ഇന്റൻസിറ്റി ആണ്. യോഗ എയറോബിക്സ് എന്നത് യോഗ പോസസും എയറോബിക് എക്സസൈസും ബ്ലെൻഡ് ചെയ്ത ഒരു വ്യായാമ രീതിയാണ്. ഇത് ഫ്ലെക്സിബിലിറ്റി കൂട്ടി സ്ട്രെസ് കുറച്ച് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസും മൈൻഡ്ഫുൾനെസ്സും പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് യൂട്യൂബിൽ ലഭ്യമായ വെറും 29 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു യോഗ എയറോബിക്സിന്റെ വിവിധ സ്റ്റെപ്സ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതോ ഇഷ്ടപ്പെടുന്ന മറ്റൊരെണ്ണമോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി സൂംബ ഡാൻസ് എന്താണെന്ന് നോക്കാം. ഇതൊരു ലാറ്റിൻ ബേസ്ഡ് ആയ ഡാൻസ് വർക്കൗട്ടാണ്. ഇതിന്റെ സ്റ്റെപ്സും നിരവധി വർക്കൗട്ട്സും യൂട്യൂബിൽ കാണാം. ഹൈ ഇന്റൻസിറ്റി ആയതിനാൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആയും ഇത് ചെയ്യാം. പ്രമേഹത്തിന് പുറമെ വെയിറ്റ് റിഡക്ഷനും ഇത് ഫലപ്രദമാണ്. 2 വർക്കൗട്ടും ഗ്രൂപ്പായി ചെയ്ത് ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന എൻഡോർഫിൻസ്, ഡോപ്പാമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോൺസിനെ ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രമേഹ വൈഷമ്യങ്ങളെ അകറ്റുക. ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് പോലെ സൂംബ ഡാൻസിനും ഡോക്ടറുടെ ഉപദേശം അത്യാവശ്യമാണ്. വ്യായാമം ചെയ്യാൻ പറ്റിയ സമയം ഏതാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കഴിയുന്നതും രാവിലെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതായും കൂടുതൽ കാലറി ബേൺ ചെയ്യുന്നതായും കാണപ്പെടുന്നു എന്ന് മാത്രമല്ല, അധികം തടസ്സമൊന്നും ഉണ്ടാകാതെ തന്നെ ചെയ്യാനും കഴിയും. എന്നാൽ പ്രായോഗികമായി നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോഴാണ് ചെയ്യേണ്ടത്. എപ്പോൾ ചെയ്യുന്നു എന്നതിനേക്കാളും പ്രാധാന്യം സ്ഥായിയായി ഇത് ശീലിക്കുക എന്നതാണ്. വ്യായാമം ഫലപ്രദമാണോ എന്നറിയാൻ വിയർക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പലർക്കും സംശയമുണ്ട്. ഒരിക്കലുമല്ല. കാരണം വിയർക്കുന്നത് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതിനാണ്. അത് ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലായിരിക്കും. മാത്രവുമല്ല, പൊണ്ണത്തടി, കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഡിസോർഡർ മുതലായവയും വിയർക്കുന്നതിന് കാരണമാണ്. പ്രമേഹ ചികിത്സയുടെ ഒരു നെടും തൂണാണ് വ്യായാമം. വ്യായാമം എന്താണെന്നും പ്രമേഹത്തിൽ വ്യായാമത്തിലൂടെ ലഭിക്കുന്ന ഗുണം എന്തെന്നും വ്യായാമം എത്ര തരമുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നും 13 മുതൽ 19 വരെയുള്ള 7 എപ്പിസോഡുകളിലായി പറഞ്ഞു കഴിഞ്ഞു. പ്രമേഹമുള്ള ഒരാൾക്ക് അവരവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് എങ്ങനെ ഫലപ്രദമായി വ്യായാമം ചെയ്ത് പ്രമേഹത്തെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. വ്യായാമം 3 തരത്തിലാണ്: ഫ്ലെക്സിബിലിറ്റി, എയറോബിക്, പിന്നെ വെയിറ്റ് ട്രെയിനിങ്. ഇതിൽ ഫ്ലെക്സിബിലിറ്റി ശരിയായ വ്യായാമത്തിന് തയ്യാറെടുക്കാനുള്ള വാമപ്പും വ്യായാമത്തിന് ശേഷമുള്ള കൂൾ ഡൗണുമാണ്. യോഗ ഇത് രണ്ടിലും ഫലപ്രദമാണെങ്കിലും കൂൾ ഡൗണിനാണ് കൂടുതൽ പ്രയോജനം. ഓരോ വ്യായാമത്തിന് മുൻപായി വാമപ്പും ശേഷം കൂൾ ഡൗണും ചെയ്യണം. മുഴുവൻ വ്യായാമ പ്രക്രിയയും ക്രമത്തിൽ പറയാം. ആദ്യം വാമപ്പ്, പിന്നെ എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്. കൂൾ ഡൗണായി വാമപ്പിലെ എക്സസൈസുകളും പിന്നെ യോഗയും. കോപ്സ് പോസ് അഥവാ ശവാസനത്തിൽ വിശ്രമം. തിരക്ക് മൂലം സമയക്കുറവുള്ളവർക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് വളരെ ഫലപ്രദമായ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ചെയ്യാം. വ്യായാമം ചെയ്യാൻ മടിയും സമയക്കുറവും ഉള്ളവർക്ക്
അവരുടെ തിരക്കിനിടയിൽ സോളിയസ് പുഷപ്സ് ചെയ്യാം. ഇതും ഫലപ്രദമാണ്. ഇനി വ്യായാമം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ യോഗ എയറോബിക്സോ സൂംബ ഡാൻസോ ചെയ്യാം. ഈ പറഞ്ഞവ പ്രമേഹം വരാതെയാക്കാനും ഹൈ BP, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കും ഫലപ്രദമാണെന്ന് ഓർക്കണം. എക്സർസൈസ് ഇൻ ഡയബറ്റിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയകുമാർ ബി വെള്ളനാട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരീരത്തിലെ നിരവധി അവയവങ്ങളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് കിഡ്നി ഡിസീസ് തുടങ്ങിയ പ്രമേഹ സങ്കീർണതകളെക്കുറിച്ചുള്ള തുടർ വീഡിയോകളുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.